study of rotatory motion. Motion മൂന്ന് തരത്തിലുള്ളത്. ഒന്ന് ട്രാൻസ്ലേഷൻ, രണ്ടാമത്തേത് റൊട്ടേഷൻ, മൂന്നാമത്തേത് ജനറൽ പ്ലെയിൻ മോഷൻ. ഇതിൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ഒബ്ജക്റ്റിന്റെ എല്ലാ പോയിന്റ്സും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സും പാരലൽ പാത്തിൽ കൂടെ മൂവ് ചെയ്യുക. അത് പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് ആണെങ്കിൽ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. പാരലൽ കർവ്ഡ് ലൈൻസിലാണെങ്കിൽ കർവിലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഇനി റൊട്ടേറ്ററി മോഷനിലാണെങ്കിൽ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് റൊട്ടേറ്ററി മോഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? സേ ഇങ്ങനത്തെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ 3 പോയിന്റ് കൺസിഡർ ചെയ്തു. ഇതായിരിക്കും റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രിക് സർക്കുലർ പാത്തിൽ കൂടി ഇതിങ്ങനെ കറങ്ങി വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. കോൺസെൻട്രിക് സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യും. ഇതിന്റെ സെന്റർ ഏകദേശം ഇവിടെ ആയിരിക്കും. ഇറ്റ് വിൽ ബി റൊട്ടേഷൻ. To study the rotatory motion or to analyze the rotatory motion, like translatory motion, നമുക്ക് കുറെ ഇക്വേഷൻസ് ഉണ്ട്. നമുക്കറിയാം ട്രാൻസ്ലേറ്ററി മോഷനിൽ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം v is equal to u plus at, s equal to ut plus half at square and v square equal to u square plus 2as. ഇതുപോലെ റൊട്ടേഷനിൽ ഇത് ട്രാൻസ്ലേഷൻ. ഈ എഴുതിയ 3 ഇക്വേഷൻ അനലോഗസ് ആയിട്ട് റൊട്ടേഷനിൽ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി, തീറ്റ ഈക്വൽ ടു ഒമേഗ 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ and omega square equal to omega 0 square plus 2 alpha theta. ഇപ്പോൾ ഇക്വേഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിക്ക് അനലോഗസ് ആയിട്ടുള്ള റൊട്ടേഷനിലുള്ളത് ഒമേഗ, സ്മോൾ ലെറ്റർ ഒമേഗ. ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ നമ്മൾ ഇങ്ങനെ എഴുതുക. ഇത് ഓം എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ്. ഇലക്ട്രിക്കൽ ഇതിലുള്ള റെസിസ്റ്റൻസിന്റെ യൂണിറ്റിന്റെ സിമ്പിളാണ് ഓം എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റൽ ലെറ്റർ, ഇത് സ്മോൾ ലെറ്റർ ഒമേഗ. സ്മോൾ ലെറ്റർ ഡബ്ല്യു എഴുതുന്ന പോലെ ഗ്രീക്ക് ലെറ്റർ ഒമേഗ, സ്മോൾ ലെറ്റർ ഒമേഗ. ദാറ്റ് ഈസ് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. അതായത് ടി സെക്കൻഡ് ടൈം കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ റൊട്ടേഷണൽ വെലോസിറ്റിയാണ് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി. ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ദാറ്റ് ഈസ് u corresponding to or analogous to u, omega 0. Then ട്രാൻസ്ലേറ്ററി മോഷനിൽ ആക്സലറേഷൻ എന്ന് പറയുന്നതിന് അനലോഗസ് ആയിട്ട് റൊട്ടേറ്ററി മോഷനിലുള്ളത് ആൽഫ, ഗ്രീക്ക് ലെറ്റർ ആൽഫ ആണ്. ടൈം ടി തന്നെ. ഇനി ഒരു ടൈം കൂടെ ഉള്ളത് തീറ്റയാണ്. നമുക്ക് ട്രാൻസ്ലേറ്ററി മോഷനിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ റൊട്ടേറ്ററി മോഷൻ ഇറ്റ് വിൽ ബി തീറ്റ. തീറ്റ വിൽ ബി ഇൻ റേഡിയൻസ് ഓർ ഇൻ ഡിഗ്രീസ്. എസ് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്ററിലായിരിക്കും, അല്ലെങ്കിൽ മില്ലിമീറ്റർ, വാട്ട് എവർ ബി, യൂണിറ്റ് എന്തോ ആവാം. തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. മീൻസ് ഇങ്ങനത്തെ ഒരു ഓബ്ജക്റ്റ് ഈ പൊസിഷനിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് റൊട്ടേറ്റ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. സേ എ ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് എ ബി ഡാഷ് എന്നുള്ള പൊസിഷനിലേക്ക് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് മൂവ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. അതാണ് എത്ര ഡിഗ്രിയോ റേഡിയൻസോ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബ്ലം. അപ്പോൾ അതാണ് തീറ്റ എന്ന് പറയുന്ന സാധനം. അപ്പോൾ omega is the final velocity, omega 0 is the initial velocity, both are angular velocities. Alpha is angular acceleration, theta is angular displacement. ഇതാണ് ജനറൽ ആയിട്ട് ട്രാൻസ്ലേറ്ററി മോഷൻ, റൊട്ടേറ്ററി മോഷനെ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇനി ഈ ട്രാൻസ്ലേറ്ററി മോഷൻ റൊട്ടേറ്ററി മോഷൻ തമ്മിലെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു ആർ തീറ്റ. ഒരു റിലേഷൻ ഉണ്ട്, എസ് ഈക്വൽ ടു ആർ തീറ്റ. എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൊട്ടേറ്ററി മോഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഓബ്ജക്റ്റ് എ ബി എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ്
എ ബി ഡാഷിലേക്ക് വന്നു, തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. ഈ തീറ്റ വളരെ ചെറിയൊരു ആംഗിൾ ആണെങ്കിൽ, if theta is very small, it will be this B will be moving along a circular path, as this is a circular rotatory motion. A B B dash, this is theta. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, this can be, let this be, ഇത് വളരെ ചെറിയൊരു ആംഗിൾ ആണെങ്കിൽ this will be almost a straight line, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ ലൈനിന് നമുക്ക്, if you denote it by S എന്ന് പറയുകയാണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് S equal to R into theta, where R is the radius or the distance from center of rotation to B. Say this distance, that is R into theta. In this case, theta should be in radians. Theta radians ലാണെങ്കിൽ R into theta will give you this distance S. B dash എന്നുള്ള ഡിസ്റ്റൻസ് S ആയിരിക്കും. അപ്പോൾ S is equal to R theta. അപ്പോൾ S എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ട്രാൻസ്ലേഷൻ, and theta is the angular displacement. അപ്പോൾ ഇവിടെ ബിയുടെ ട്രാൻസ്ലേഷൻ, എ is not translating, it is only rotating, but B is translating, so SB is equal to R theta. Okay, then ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഇക്വേഷൻ S equal to R theta എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ds by dt equal to R into d theta by dt, കാരണം R കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം വൺസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ds by dt into R into d theta by dt. ഈ ds by dt എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ a small time, a small change in small time, or we can say change in position with respect to time, change of position with respect to time, rate of change of displacement with respect to time എന്നൊക്കെ പറയാം. അപ്പോൾ rate of change of displacement with respect to time എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, ഈക്വൽ ടു R into d by dt of theta. Rate of change of angular velocity with respect to time is omega. So the second relation is V is equal to R omega. So obviously the third relation will be, എന്ത് ചെയ്യണം, ഇതിനെ ഒന്നുകൂടി ഇതിനെ with respect to time ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ രണ്ട് പ്രാവശ്യം with respect to time ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ either it can be d square s by dt square, that is equal to R into theta രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ എന്ത് വരും, R into d square theta by dt square. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതുന്നത് വെച്ചാൽ d square s by dt square എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു R A is equal to alpha, A is equal to R alpha, A is equal to R alpha എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണ പകരം ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താലും അത് കിട്ടും. അങ്ങനെ വരും ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എ ആയിരിക്കും, is equal to R into d omega by dt എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും, ആംഗുലാർ ആക്സലറേഷൻ. A is equal to R alpha. So these are the relations between the translation and rotatory motion.